നേരത്തെ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിലേതെങ്കിലും പരാമർശങ്ങൾ വ്യക്തിപരമായ ആരെയും സംബന്ധിച്ചെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം പരാമർശങ്ങൾ തെറ്റിദ്ധാരണ പരത്തും എന്ന കാര്യം വെച്ചുകൊണ്ടാണ് ചില ഭാഗങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കി പ്രസിദ്ധീകരിക്കണം എന്ന നിലപാട് കമ്മീഷൻ എടുത്തപ്പോൾ കമ്മീഷൻ്റെ നിലപാടിനോടൊപ്പമാണ് ഗവൺമെൻറ് നിന്നത്. ഇപ്പോൾ ഹൈക്കോടതി ഇത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി പറഞ്ഞ ഭാഗം കൂടി നോക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടെ വെച്ചുകൊണ്ട് ഒരാഴ്ചത്തെ സമയം തന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം തീരുമാനിച്ച് അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള ഗവൺമെൻറ് നിലപാട്. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ കേസ് നടത്തിയത് മലയാള സിനിമയിലെ ഒരു നിർമ്മാതാവാണ് എന്നത് ചെറിയ കാര്യമല്ല. എന്താണ് അതിനു പിന്നിലെ താല്പര്യം? മലയാള സിനിമയിലെ സ്ത്രീ വിരുദ്ധ സമീപനം ഇല്ലാതാക്കപ്പെടണം, സർക്കാർ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാനാവാത്ത സിനിമയിലെ ഒരു പക്ഷത്തിൻ്റെ പ്രതിനിധിയാണോ ഹർജിക്കാരനായ സിനിമാ നിർമ്മാതാവ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാൻ പൊതുചർച്ച അനിവാര്യമാണെന്ന് കോടതി വിലയിരുത്തുന്നു. റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താൻ തയ്യാറാണെന്ന് സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. ഹേമ കമ്മീഷൻ ശുപാർശകൾ സർക്കാർ നടപ്പാക്കി വരികയുമാണ്. സിനിമയിലും അതനുസരിച്ച് ചില പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. അതിനെല്ലാം വ്യക്തതയും വേഗതയും കൈവരാൻ ഹൈക്കോടതി ഉത്തരവ് വഴിവെക്കും. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് പി സതീദേവി, വനിതാ കമ്മീഷൻ അധ്യക്ഷ; അഡ്വക്കേറ്റ് പി എം ആതിര, നിയമവിദഗ്ധ അഭിഭാഷക; എം എ നിഷാദ്, ചലച്ചിത്ര സംവിധായകൻ. ആദ്യം വനിതാ കമ്മീഷൻ അധ്യക്ഷയിലേക്ക് ശ്രീമതി പി സതീദേവി. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ്റെ പ്രതികരണവുമൊക്കെ ഇന്ന് പകല് തന്നെ ഈ ഉത്തരവിനെ തുടർന്ന് വന്നിരുന്നു. ഇത് പ്രസിദ്ധപ്പെടുത്താൻ പാകത്തിനുള്ള ഒരു പൊതു താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ് നിയമപരമായ ഒരു പരിശോധനയ്ക്കും വിധേയമായിട്ടുള്ളത്. കോടതി അത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുചർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് പങ്കുവെക്കുന്ന ഒരു പൊതു താല്പര്യം അതെന്താണ്? 2019 മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരിമാരുടെ സംഘടനയായിട്ടുള്ള WCC സർക്കാരിന് നൽകിയിട്ടുള്ള നിവേദനത്തെ തുടർന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. കാര്യങ്ങൾ പരിശോധിച്ച് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകാനുള്ള സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് 2019 ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സ്വാഭാവികമായും WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ പരാമർശ വിധേയമായിട്ടുണ്ട്. റിപ്പോർട്ടിൽ തന്നെ ഈ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഏതെങ്കിലും വ്യക്തിയുടെ സ്വകാര്യത ഹനിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്ന് ആ റിപ്പോർട്ടിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കമ്മിറ്റിയുടെ നിർദ്ദേശം സ്വാഭാവികമായും മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നു എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ചില നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. 2019 നൽകിയിട്ടുള്ള റിപ്പോർട്ട് അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ മലയാള സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് 2 റിട്ട് ഹർജികൾ ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചിരുന്നത്. സ്വാഭാവികമായും കേരളത്തിലെ സ്ത്രീകളുടെ നാനാമേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങളിൽ ഇടപെടാനും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിലാണ് വനിതാ കമ്മീഷൻ സ്വമേധയാ ആ റിട്ട് ഹർജികളിൽ കക്ഷി ചേർന്ന് കമ്മീഷൻ്റേതായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. കമ്മീഷൻ അന്ന് തന്നെ ഈ ഹേമ കമ്മിറ്റിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു. 2021
ഹൈക്കോടതിയുടെ ആ റിട്ട് ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധിയിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരാതി പരിഹാര സംവിധാനം ഒരുക്കാൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നായിരുന്നു. 2 ദശാബ്ദക്കാലമായി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുശാസിക്കുന്ന തൊഴിൽ രംഗത്തെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നിയമം പോഷ് ആക്ട് എന്ന പേരിൽ രാജ്യമാകെ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള നിയമം അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനം പോലും സിനിമാ മേഖലയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. വനിതാ കമ്മീഷൻ ഉൾപ്പെടെ കക്ഷി ചേർന്നുകൊണ്ട് അന്ന് ആ റിട്ട് ഹർജിയിൽ ഉള്ള തീർപ്പിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ തന്നെ മന്ത്രി സജി ചെറിയാൻ മുൻകൈയെടുത്തുകൊണ്ട് വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിൽ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ പങ്കെടുക്കുകയുണ്ടായി. സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അമ്മയെ പ്രതിനിധീകരിച്ച് മാക്ട ഫാക്ട എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് WCCയുടെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്തും പിന്നീട് എറണാകുളത്തും നടത്തിയിട്ടുള്ള ചർച്ചകൾക്കൊടുവിലാണ് എങ്ങനെയാണ് ഈ ഹേമ കമ്മിറ്റിയുടെ ശുപാർശയിൽ ഉൾക്കൊണ്ടിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമായിട്ടുള്ള IC ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റികൾ നിലവിൽ വരുത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ള അതിന് പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അത് ഉറപ്പുവരുത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഒരു സിനിമാ നിർമ്മാണം നടക്കുന്ന സമയത്ത് ആ സിനിമയുടെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഇന്റേണൽ കമ്മിറ്റി ഉണ്ട് എന്നുള്ളതും അത് പരസ്യപ്പെടുത്തണമെന്നും അത് സിനിമയുടെ റിലീസിംഗ് സമയം വരെ അത് പ്രവർത്തനക്ഷമമായിരിക്കണം എന്നുള്ള തീരുമാനം എല്ലാ സംഘടനകളും അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഒരു ഉപാധിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കമ്മീഷന്റെ റിപ്പോർട്ട് ആകെ തന്നെ പ്രസിദ്ധപ്പെടുത്തണം എന്ന് ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അടുത്ത കാലത്തായിട്ട് വരുന്നത്. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് റിപ്പോർട്ടിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് പബ്ലിഷ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം സർക്കാരിന് മുമ്പാകെ വന്നത്. യാതൊരു മടിയും കാണിക്കാതെ തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടിൽ സ്വകാര്യതയെ ഹനിക്കുന്ന വിധത്തിലല്ലാതെ ആ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തും എന്നുള്ളതാണ്. തുടർന്നാണ് ഒരു നിർമ്മാതാവ് തന്നെ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ടേ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പാടില്ല, അത് തടഞ്ഞു വെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശ്രീ സജിമോൻ എന്ന് പറയുന്ന ഒരാളുടെ നിർമ്മാതാവിൻ്റെ പരാതിയെ തുടർന്നാണ് വീണ്ടും ഇപ്പോൾ ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതിലും വനിതാ കമ്മീഷൻ കക്ഷി ചേരുകയുണ്ടായി. കക്ഷി ചേരുന്നതിനുള്ള അപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു. കമ്മീഷന് പറയാനുള്ള കാര്യങ്ങൾ ഹൈക്കോടതി മുമ്പാകെ വിശദമായിട്ട് ബോധിപ്പിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷന്റെ നിലപാടടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇന്നിപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഒരാഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൊതുജനസമക്ഷം മുമ്പാകെ അത് വെളിപ്പെടുത്തണം എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ രാജ്യത്തെ എല്ലാ തൊഴിൽ മേഖലയിലും ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം സ്ത്രീകൾക്കുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഈ പൊതുസമൂഹത്തിനടക്കം ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഈ വിധിപ്രകാരം തീർച്ചയായും ആ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു എൻക്വയറി കമ്മീഷൻ ആയിരുന്നില്ല, ഒരു ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയാണ് സർക്കാർ നിയുക്തമാക്കിയിട്ടുള്ളത്. വസ്തുതകൾ എന്താണ് എന്ന് പരിശോധിക്കാനും പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് സർക്കാർ പരിശോധിച്ചുകൊണ്ട് ഈ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ്. എന്തിനാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്? തടയാൻ ഈ സിനിമാ മേഖലയിലുള്ള ചില വ്യക്തികളോ സംഘടനകളോ തയ്യാറായിട്ടുള്ളത് എന്ന് എത്ര ആലോചിച്ചിട്ടോ മനസ്സിലാവുന്നില്ല. ഇന്നുച്ചയ്ക്ക് ഈ ഉത്തരവ് വന്നതിന് ശേഷം എല്ലാ ചാനലുകളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അഭിപ്രായം തേടലും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ മറ്റൊരു ചാനലിൽ അതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നൊരു വീഡിയോ ഞാൻ കണ്ടതാണ്. അപ്പോൾ അതിൽ ചലച്ചിത്ര മേഖലയിലെ ഒരു അഭിനേത്രി പറയുന്നുണ്ട്, താങ്കളിപ്പോൾ പറഞ്ഞ ഇതേ വിഷയമാണ്. ആദ്യം ഹേമ കമ്മീഷൻ ആയിരുന്നുവെന്നും ആ ഹേമ കമ്മീഷനെ പിന്നീട് കമ്മിറ്റിയാക്കി പരിമിതപ്പെടുത്തിയെന്നും അതോടുകൂടി പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ എന്ന തരത്തിലേക്കുള്ള ഒരാശങ്കയാണ് അവർ പങ്കുവെച്ചത്.
അപ്പോൾ താങ്കളാകട്ടെ 2019 ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് സർക്കാർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ചലച്ചിത്ര മേഖലയിൽ തന്നെ ചിലരെങ്കിലും കരുതുന്നത് ഹേമ കമ്മീഷനെ ഹേമ കമ്മിറ്റിയായി പരിമിതപ്പെടുത്തി അതോടുകൂടി തന്നെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് എവിടേക്കോ തന്നെ വ്യതിചലിച്ചു എന്ന ചിന്താഗതിയുള്ളവരും ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ കഴമ്പുണ്ടോ? വസ്തുതകൾ ഈ WCC സർക്കാരിന് മുമ്പാകെ നൽകിയിട്ടുള്ള നിവേദനത്തിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് സർക്കാർ നിയുക്തമാക്കിയിട്ടുള്ളത്. എൻക്വയറി കമ്മീഷൻ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണമായിരുന്നു റിപ്പോർട്ട്. ഇവിടെ അത് ആ തരത്തിൽ നിയമസഭക്കകത്ത് സമർപ്പിക്കേണ്ടുന്ന, മേശപ്പുറത്ത് വെച്ച് ചർച്ച ചെയ്യേണ്ടുന്ന രീതിയിലല്ല ആ റിപ്പോർട്ടും ആ കമ്മിറ്റിയും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി എന്നുള്ള നിലയിൽ ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സിനിമാ മേഖലയിൽ ഇന്റേണൽ കമ്മിറ്റി അടക്കം നിലവിൽ വന്നിട്ടുള്ളത്. ബന്ധപ്പെട്ട ആ വിശദാംശങ്ങളിലേക്ക് ശ്രീമതി സതീദേവി നമുക്ക് വരികയും ചെയ്യാം. താങ്കൾക്കൊപ്പം തന്നെ ഈ ചർച്ചയിൽ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ശ്രീ M.A. നിഷാദ് ഉണ്ട്, ചലച്ചിത്ര സംവിധായകൻ, അതുപോലെ അഡ്വക്കേറ്റ് PM ആതിരയുണ്ട്. ഞാൻ നിഷാദിലേക്ക് ഒന്ന് വരുമ്പോൾ ഇതിലേറ്റവും ഗൗരവമുള്ളൊരു കാര്യം, ഹൈക്കോടതി വളരെ വ്യക്തമായ നിരീക്ഷണങ്ങളോടുകൂടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വകാര്യത ലംഘിക്കപ്പെടാത്ത വിധത്തിൽ തന്നെ അതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ ഭാഗങ്ങൾ ഒരു പൊതുചർച്ചയ്ക്ക് വിധേയമാക്കാം, അത് പ്രസിദ്ധപ്പെടുത്താം എന്ന് പറയുമ്പോൾ അതങ്ങനെ വരരുത്, പൊതുസമൂഹം അറിയരുത് എന്ന നിലയിൽ ഇറങ്ങി പുറപ്പെട്ടതും ഒരു സിനിമാ നിർമ്മാതാവാണ് എന്ന് വന്നാൽ എന്താണ് ശ്രീ നിഷാദ് അതിൻ്റെ അർത്ഥം? നേരത്തെ കമ്മീഷൻ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ നിർമ്മാതാവ് സജിമോൻ പാറയിലാണ് ഇങ്ങനെ പോയി ഹൈക്കോടതിയോട് പറഞ്ഞത് ഇത് പ്രസിദ്ധീകരിക്കുകയേ ചെയ്യരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? ആരുടെ പ്രതിനിധിയാണ് ഈ ഹർജിക്കാരൻ? മലയാള സിനിമയിലെ ആരെയാണ് ഈ ഹർജിക്കാരൻ പ്രതിനിധാനം ചെയ്യുന്നത്? അതെ, ഈ ആദ്യമായിട്ട് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചതിന് സർക്കാരിനെ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ സർക്കാർ എടുത്ത ഒരു സ്റ്റാൻഡിനെ അതേപോലെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരട്ടെ, അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണെന്ന് സർക്കാരും ആവശ്യപ്പെട്ടു. അതിൻ്റെ അകത്തുള്ള പ്രശ്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ് അതും പ്രസിദ്ധീകരിക്കണമെന്ന് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ മുന്നോട്ട് വരികയാണ്. ഈ സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞൊരു നിർമ്മാതാവിനെ പറ്റി എനിക്കത്ര അറിയത്തില്ല. ഞാൻ 10-25 വർഷം ഈ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അദ്ദേഹം എടുത്ത സിനിമകൾ ഏതാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ഈ ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ അതെന്താണെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഒരു അല്ല, അവിടെ ശ്രീ നിഷാദ് അത് കുറെ കൂടി ദുരൂഹമല്ലേ അപ്പോൾ കാര്യങ്ങൾ? ജെൻഡർ ഇനീക്വാലിറ്റി. അപ്പോൾ പിന്നെ ഒരു നിർമ്മാതാവിന്റെ വേഷമണിഞ്ഞ്, അല്ലെങ്കിൽ നിർമ്മാതാവാകാം, നമ്മൾ അറിയാത്തതാകാം. അപ്പോൾ പിന്നെ എന്താണ് അതിന് പിന്നിലെ താല്പര്യം? ആർക്കൊക്കെ വേണ്ടിയാണ് അങ്ങനെ ഒരു ഹർജിക്കാരന്റെ വേഷം ആർക്കെങ്കിലും വേണ്ടി കെട്ടിയാടിയതാണോ എന്ന ഒരുപാട് ചോദ്യങ്ങൾ വരാം. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങൾ. ഈ കോടതി ഹർജി തള്ളുമ്പോൾ വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു തരത്തിലും ഈ ഹർജി അംഗീകരിക്കാൻ കഴിയില്ല, ഹർജിക്കാരൻ്റെ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഹർജിക്കാരൻ വിഷയത്തിൽ കക്ഷിയല്ല എന്ന് തന്നെ അങ്ങനെ ആ ഉത്തരവ് ചോദ്യം ചെയ്യാൻ ഹർജിക്കാരൻ അവകാശമില്ല എന്ന് തന്നെയാണ് കോടതിയുടെ വ്യക്തമായ വിലയിരുത്തൽ. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്ന അന്വേഷണം വേണ്ടേ? സിനിമാ രംഗത്തുള്ളവരും അത് ആലോചിക്കേണ്ടതല്ലേ? ഇവിടെ മോശമാകുന്നത് മലയാള സിനിമ തന്നെയല്ലേ അതോടുകൂടി? തീർച്ചയായിട്ടും അത് പിന്നെ അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. കാരണം സിനിമാ രംഗത്തെ ഒരു അപമാനിക്കുന്നതിന് തുല്യമായ രീതിയിലാണ് ഈ പറയുന്ന വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി എടുത്ത് പുറത്ത് കളയുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതാണ്. അത് സിനിമാ രംഗത്തുള്ള സംഘടനകളിൽ തലപ്പത്തിരിക്കുന്നവരും സംഘടനകളും ആലോചിച്ചിട്ട് ഇത്തരം ആളുകൾ എന്തർത്ഥത്തിലാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട്, അതാരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് മൊത്തം സംശയത്തിൻ്റെ മുൾമുനയിലൊരു സമൂഹത്തെ ആകെ, ഒരു സിനിമാ രംഗത്തുള്ള ഒരു തൊഴിൽ മേഖലയെ ആകെ നിർത്തുന്നില്ലേ? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു വ്യവസായമാണ്. സിനിമ ഒരു ഇൻഡസ്ട്രി ആയിട്ട്
ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ അതൊരു വലിയ വ്യവസായമാണ്. ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായം തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒത്തിരി പേര് കഴിയുന്നുണ്ട്. ഒരു സിനിമ നടക്കുമ്പോൾ ഏകദേശം ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ആ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ആ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഏകദേശം 150ഓളം കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ മേഖല തന്നെയാണ്. സിനിമാ രംഗത്ത് അനപരീക്ഷണീയമായ സംഭവങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ? അവിടെ ജെൻഡർ ഇനീക്വാലിറ്റി സംഭവിച്ചിട്ടുണ്ടോ? തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് വ്യക്തമായ വേതനം കിട്ടുന്നുണ്ടോ? അത്തരം കാര്യങ്ങളെല്ലാം ഈ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയൊക്കെ സതീദേവി ടീച്ചർക്ക് പറഞ്ഞതുപോലെ തന്നെ എല്ലാ സിനിമാ രംഗത്തും സിനിമാ സെറ്റുകളിലും ഒരു പ്രശ്ന പരിഹാര തർക്ക ഫോറമുണ്ട്. അത് എൻ്റെ സിനിമകളിലും ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു ഡയറക്ഷനാണ്. ആ ഡയറക്ഷനനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് ഒരു പരിധിയല്ല, പൂർണ്ണമായും നിർത്തലാക്കണം. കാര്യം അവർക്ക് മുന്നോട്ട് വരണം, അവർക്ക് പ്രതിഫലം കറക്റ്റായിട്ട് കിട്ടണം, അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ജനപക്ഷത്ത് നിൽക്കുന്നൊരു സർക്കാർ ഈ ഒരു കമ്മിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ കമ്മീഷനും കമ്മിറ്റിയും പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വകാര്യതയെ ഹനിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭവങ്ങളും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ളത്. ആ സർക്കാരിൻ്റെയും കമ്മിറ്റിയുടെയും അതേ നിലപാട് തന്നെയാണ് കോടതിയും അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷെ താങ്കൾ പറഞ്ഞ ചോദ്യം വളരെ പ്രസക്തമാണ്. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും അജണ്ടയുണ്ടെങ്കിൽ അത് ശരിയല്ല, അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. അത് മുന്നോട്ടിറങ്ങേണ്ടത് സംഘടനകൾ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്, തീർച്ചയായും അത് പറയുമ്പോൾ മലയാള സിനിമാ നിർമ്മാതാവ് എന്ന പേരിലാണ് ഈ ഹർജിക്കാരൻ അറിയപ്പെടുക. അങ്ങനെ ഹർജിക്കാരൻ അറിയപ്പെടുമ്പോൾ ഈ നിർമ്മാതാക്കൾക്ക് ഇവിടെ ഒരു സംഘടനയുണ്ട്, ഒരു അസോസിയേഷൻ, വളരെ ശക്തമായ സംഘടനയുണ്ട്. സിനിമയിൽ തന്നെ നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലകളിലും ഇതൊരു തൊഴിലിടം എന്ന നിലയിൽ ട്രേഡ് യൂണിയൻ സംവിധാനത്തിൽ നിരവധി, ഫെഫ്കയുടെ കീഴിൽ നിരവധി യൂണിയനുകളുണ്ട്, ഡയറക്ടേഴ്സ് യൂണിയനുണ്ട്, നിഷാദൊക്കെ അതിൽപ്പെടുന്ന ആളുകളാണ്. ഇതെല്ലാം ഉള്ളപ്പോൾ അതിലെ ഒരു വ്യക്തി ഹർജിക്കാരനാകുമ്പോൾ, പങ്കാളിയാകുമ്പോൾ സ്വാഭാവികമായും ആ നിലയിൽ ബന്ധപ്പെട്ടവർ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. എന്ത് താല്പര്യമാണ് ഈ ഹർജിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നീങ്ങാനുണ്ടായത്? അതിന് പിന്നിൽ ഒരു അന്വേഷണം സിനിമാ മേഖല നടത്തേണ്ടത് കൂടിയാണ്. അഡ്വക്കേറ്റ് PM ആതിര, ആ നിലയിലൊരു അന്വേഷണം, ആ നിലയിലൊരു പരിശോധന മലയാള സിനിമാ മേഖല നടത്തേണ്ടതുണ്ടോ? അത് സാന്ദർഭികമായി ഞാനിപ്പോൾ ചോദിച്ചു എന്ന് മാത്രം. 2019 ഈ റിപ്പോർട്ട് വരുന്നു, സർക്കാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനം, ചൂഷണം, പലതരം പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിശോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ സിനിമാ മേഖല കുറേ കൂടി സങ്കീർണമായി നിൽക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ, ഒരു അഭിഭാഷക എന്ന അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് ഇതുവരെ പോയിട്ടുള്ളത്? ആ പോയ പോക്കിൽ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുചർച്ചയാവുന്നതും കുറേ കൂടി വിശാലമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും കൂടുതൽ ഗുണകരമാക്കുമോ കാര്യങ്ങളെ? സിനിമാ മേഖലയ്ക്ക് കാര്യമായ മാറ്റത്തിന് അത് ഇടവരുത്തുമോ? ആദ്യത്തെ ചോദ്യത്തോട് പ്രതികരിക്കുകയാണ്. ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾ മാത്രമല്ല കേട്ടോ, ഈ പൊതുവിൽ നമ്മൾ ചോറുണ്ണുന്ന മലയാളികളൊക്കെ ആലോചിക്കണം, ആരാണ് ഈ സജിമോൻ പാറയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ഒടുക്കം ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇമാതിരി പണിയെടുത്ത ആൾ ആരാണ്? അയാൾ പറഞ്ഞത് പൊതു താല്പര്യ ഹർജി എന്ന് പറഞ്ഞിട്ടാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വന്നത്. ഡിവിഷൻ ബെഞ്ചിന് മാത്രമല്ല, അപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇതിലെന്താണ് പൊതു താല്പര്യം, ഇത് വ്യക്തിപരമായ താല്പര്യമല്ലേ എന്ന് ചോദിച്ചിട്ടാണ് പിന്നീടത് സിംഗിൾ ബെഞ്ചിലേക്ക് വരുന്നത്. എന്നിട്ട് സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് തന്നെ ഉള്ള ഒരു പ്രശ്നം, ഇതിലെന്താണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല, ഇതെങ്ങനെയാണ് നിങ്ങളെ വ്യക്തിപരമായിട്ട് എഫക്റ്റ് ചെയ്യുക? ഈ കുമ്പളങ്ങ കട്ട ആളുകൾക്ക് ചുമലിൽ തപ്പു എന്നൊക്കെ പറയുന്ന പോലെ ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഇതെന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ആർക്കാണ് പറയാൻ വേണ്ടി കഴിയുക? അപ്പോഴാണ് പ്ലേറ്റ് ആകെ മാറ്റിയിട്ട് ഇത് ഇരകളുടെ താല്പര്യം എന്നൊക്കെ ഇയാൾ പറയുന്നത്. ഹൈക്കോടതിയിലൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് പറയാണ് ഇരകളുടെ താല്പര്യം. അപ്പോഴാണ് പിന്നീട് WCC വനിതാ കമ്മീഷനും ഉൾപ്പെടെ ഇതിനകത്ത് കക്ഷി ചേർക്കുന്നത്.
കക്ഷി ചേരുന്നത്. ശരിക്കും WCC ആയാലും കേരള വനിതാ കമ്മീഷൻ ആയാലും കേരളത്തിലെ സ്ത്രീകളോട്, കേരളത്തിലെ തൊഴിലെടുക്കുന്ന സ്ത്രീകളോട് അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടം ഈ കോടതിയുടെ മുന്നിൽ ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം കേരള വനിതാ കമ്മീഷനോടും WCCനോടൊക്കെ ഇക്കാര്യത്തിൽ കമ്മിറ്റഡ് ആണ്. നമ്മളൊക്കെ അതിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ രണ്ടാമത് ഈ ഒരു ഇൻഡസ്ട്രി എത്രമാത്രം സ്ത്രീവിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത്, എത്രമാത്രം സ്ത്രീകളോട് ലൈംഗികാതിക്രമങ്ങൾ ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്, തൊഴിൽ മേഖലക്കകത്ത് നിൽക്കുന്ന ചൂഷണങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോഴും ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ നടപ്പിലാക്കാൻ കഴിയാത്തത്. പിന്നെ നമുക്കറിയാലോ ഈ AMMA എന്നുള്ള സംഘടനയുടെ മുമ്പാകെ ഈ WCCയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ തൊഴിലിടത്ത് ലൈംഗിക പീഡനങ്ങൾ നിയന്ത്രിക്കുന്ന 2013 നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മിറ്റി ഈ ഇൻഡസ്ട്രിയെയും ബാധിക്കും വിധം രൂപീകരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഈ ബഹുഭൂരിപക്ഷം താരങ്ങളും അംഗങ്ങളായിട്ടുള്ള ഈ AMMA എന്നുള്ള സംഘടന ഉൾപ്പെടെ മുഖം തിരിഞ്ഞ സമീപനമാണ് അന്ന് എടുത്തിട്ടുള്ളത്. പിന്നീട് ഹൈക്കോടതിയിൽ പോയി ഒരു വലിയ നിയമയുദ്ധം നടത്തി, വനിതാ കമ്മീഷൻ ഉൾപ്പെടെ അവരോട് ചേർന്ന് നിന്ന് നടത്തിയ നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ഇത് സെറ്റും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെന്നുള്ള നിർദ്ദേശം. ആ നിർദ്ദേശം വന്നപ്പോൾ വളരെ വയബിളായല്ലോ, ആ ഇൻഡസ്ട്രിക്ക് അങ്ങനെ IC ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞല്ലോ. അപ്പം അതുവരെ അത് കഴിയില്ല, പ്രായോഗികമല്ല എന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ ഇപ്പം പ്രായോഗികമാണ്, നടപ്പിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് കണ്ടല്ലോ. പിന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് കാലങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രി പിന്തുടരുന്ന സ്ത്രീവിരുദ്ധമായിട്ടുള്ള എന്തൊക്കെ സമീപനങ്ങളുണ്ട്, ഇത് തിരിച്ചറിയലൊരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഒരു ജനാധിപത്യ മൂല്യങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ്. പഴയ വീടുകൾക്കകത്ത് ഭർത്താവ് ചെയ്യുന്ന എല്ലാ ആക്രമങ്ങളും സഹിക്കേണ്ടവളായിരുന്നു സ്ത്രീ എന്ന് പറഞ്ഞത് 2005 DV ആക്ട് വരുന്നതോട് മാറുകയാണ്, കുടുംബത്തെ ജനാധിപത്യവൽക്കരിക്കുകയാണ്. 2013 തൊഴിലിടവുമായി ബന്ധപ്പെട്ട് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, റിഡ്രസൽ ഓഫ് സെക്ഷൽ ഹാരാസ്മെന്റ് വർക്ക് പ്ലേസ് എന്നുള്ള നിയമം വരുന്നതോടുകൂടി വർക്ക് പ്ലേസിന് സ്വഭാവം മാറുകയാണ്. ആ വർക്ക് പ്ലേസ് എങ്ങനെയാണ് സ്ത്രീകളോട് സ്ത്രീ സൗഹൃദപരമായി പെരുമാറേണ്ടത് എന്നുള്ളതാണ് 2013 നിയമം പറയുന്നത്. അതിലും എത്രയോ മുൻപേ ബൻവാരി ദേവി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സമരങ്ങൾ, വിശാഖ കേസിലെ വിധിന്യായങ്ങൾ, ഇപ്പോഴും ഒരുപാട് മനുഷ്യർ നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ ആകത്തുകയാണ് ഇങ്ങനൊരു നിയമം വന്നത്. അതൊരു തൊഴിലെടുത്ത് എങ്ങനെ നടപ്പിലാക്കാതിരിക്കണം എന്നാലോചിക്കുന്നിടത്താണ് ഇങ്ങനൊരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി ഇങ്ങനൊരു റിപ്പോർട്ടുമായിട്ട് നാളിതുവരെ ഇന്ത്യയിലെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലും സംഭവിക്കാത്ത രീതിയിൽ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തുകൊണ്ടൊരു പഠനം നടത്തുന്നത്. തീർച്ചയായും ആ പഠനം റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇതിനകത്തുള്ള സ്ത്രീവിരുദ്ധമായ ആശയഗതികൾ ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അത് തിരുത്തണമെന്ന് പറയുന്നതിനെ ആരാണ് ഭയപ്പെടേണ്ടത്? പിന്നെ സ്വാഭാവികമായിട്ട് ഇതുവരെ അവിടെ പോയിട്ട് ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല, നിങ്ങളോട് എങ്ങനെ പെരുമാറി ഈ ഇൻഡസ്ട്രി എന്ന് സ്ത്രീകളോട് ചോദിച്ചിട്ടില്ല. ആദ്യ നായിക ഈ നാടയെ വിട്ട് ഓടിപ്പോയിട്ടുള്ള അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. സ്ത്രീകൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോഴും കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒരു അവസരം കിട്ടിയപ്പോൾ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെക്ഷൽ ഹാരാസ്മെൻറ്റ് ഉൾപ്പെടെ സെക്ഷൽ വയലൻസ് ഉൾപ്പെടെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് അത് മാസ്ക് ചെയ്തിട്ടേ റിപ്പോർട്ട് പുറത്തു വിടൂ എന്നുള്ളത് വിവരാവകാശ കമ്മീഷനും സർക്കാരും ഒക്കെ പറഞ്ഞതിന് ശേഷവും വീണ്ടും സജിമോൻ പാറയിലിൻ്റെ ഉത്കണ്ഠ എന്തായിരുന്നു? സജിമോൻ പാറയിൽ ഒരു വ്യക്തി മാത്രമാണോ? അദ്ദേഹത്തിൻ്റെ പുറകിൽ ആരാണുള്ളത്? ഈ ഇൻഡസ്ട്രിയിലെ പ്രബലരുൾപ്പെടെ നടത്തിയിട്ടുള്ള കളികളുടെ ഭാഗമായിട്ടാണോ ഇതിങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതാണ്. അന്വേഷണാത്മക മാധ്യമപ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകരുടെയോ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല. ഇങ്ങനെയൊക്കെ കോടതിനെയൊക്കെ ഇങ്ങനെ പരിഹസിക്കും വിധം ഇങ്ങനെ ഈ രീതിയിലൊക്കെ വരാൻ ധൈര്യമുണ്ടായ ഒരു സംവിധാനം എങ്ങനെയാണ് ഇവർക്ക് ഉണ്ടായത് എന്നുള്ളത് പുറത്തു വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്തമാണ്, ഈ സമൂഹത്തിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇതാരാണ്, ഇതെന്തിനാണ് ഇങ്ങനെ വന്നത്, ഇതിങ്ങനെ അട്ടിമറിക്കൽ ആരുടെ? ഏറ്റവും അവസാന കൈയാണ് ശ്രമിച്ചത് ഇത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പൊ സജി ചെറിയാൻ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു ഇത് പുറത്തു വരുന്നു എന്ന് പറയുമ്പോഴാണ് ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരള വനിതാ കമ്മീഷനും WCC ഉൾപ്പെടെ അടിയുറച്ചു നിന്നത് കൊണ്ട് മാത്രമാണ് ഈ നിയമയുദ്ധത്തിൽ ഇങ്ങനെ വിജയിക്കാൻ കൂടി കഴിഞ്ഞതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊന്നും ഈ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് അട്ടിമറിക്കാൻ പറ്റും എന്ന് കരുതിയ ഒരു ശക്തി ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അത് പുറത്തു വരും ദിവസങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ശ്രീമതി പി സതീദേവി ഇപ്പോൾ അതിന് പറഞ്ഞു നിർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വനിതാ കമ്മീഷൻ നേരത്തെ താങ്കളും സൂചിപ്പിച്ചു, വനിതാ കമ്മീഷൻ അടക്കം ഇതിൻ്റെ തുടർ നടപടികളിലൊക്കെ വളരെ സൂക്ഷ്മതയോടെ ഇടപെട്ടു. നിയമപരമായ ഒരു ഫൈറ്റിൽ കക്ഷി ചേർന്ന് തന്നെ ഈ ഹർജിയിലടക്കം വനിതാ കമ്മീഷൻ നിയമപരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ കോടതിയിൽ ഈ ഉത്തരവിന് അനുകൂലമായി ഏറ്റവും ശക്തമായ ഒരു ഉത്തരവിന് ആധാരമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹർജി നൽകുക എന്നുള്ളത് ഒരു പൗരൻ്റെ അവകാശമാണ്. ഇതൊരു പൊതു താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരാത്തൊരു ഒരു പഠന റിപ്പോർട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ട്, അത് അംഗീകരിച്ച് സർക്കാർ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ച് വനിതാ കമ്മീഷൻ അടക്കം അത് നിരീക്ഷിച്ച് മുന്നോട്ട് പോകുന്നൊരു കാലത്ത് ഒരു വ്യക്തി, അതും ആ മലയാള സിനിമയിലെ നിർമ്മാതാവ് എന്നാണ് വാർത്തകളിലൊക്കെ ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നിഷാദിനെ പോലെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകൻ പോലും പറയുന്നത് അറിയില്ല എന്നുള്ളതാണ്. ഇന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പകൽ സംസാരിച്ച ചില ചലച്ചിത്ര മേഖലയിലെ ആളുകളൊക്കെ പറയുമ്പോഴും ഇതാരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംശയമേറുന്നുണ്ട്, ദുരൂഹത കൂടുന്നുണ്ട്. അതിന് പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെയാണ് അതേക്കുറിച്ചും സ്പഷ്ടമായി ചർച്ച ചെയ്തു പോകുന്നത്. ആളുകൾ ചർച്ച ചെയ്യട്ടെ, അറിയട്ടെ. മലയാള സിനിമാ മേഖലയുടെ ഉത്തരവാദപ്പെട്ട സംഘടനകൾ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്ന് ഈ ചർച്ചയുടെ ഭാഗമായി ഞാനും ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അത് ഗൗരവമായി കാണുന്നുണ്ടോ വനിതാ കമ്മീഷൻ? ഒരു പൗരൻ്റെ ഹർജി നൽകാനുള്ള അവകാശത്തിനപ്പുറം ഒരു ഗൗരവം അതിനകത്തുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇൻറ്റേർണൽ കമ്മിറ്റി എന്ന് പറഞ്ഞ സംവിധാനം യൂണിറ്റുകളിലൊക്കെ വരുന്നുണ്ട്, സിനിമ ഷൂട്ടിംഗ് യൂണിറ്റുകളിലൊക്കെ വരുന്നുണ്ട് എന്ന്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് സജീവമാക്കിയിട്ടുണ്ട്, ശക്തമാക്കിയിട്ടുണ്ട്, കാര്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പാലിക്കാത്ത സിനിമ ഷൂട്ടിംഗ് ഈ കാലയളവിൽ നടന്നു വരുന്നുണ്ടോ? വനിതാ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ അത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? ഈ 2019 ഹേമ ശരത് കേൾക്കുന്നുണ്ട്. ശരത്ത് കേൾക്കാവോ? കേൾക്കാം, നന്നായി കേൾക്കാം. പറഞ്ഞോളൂ. 2019 റിപ്പോർട്ട് വന്നതിന് ശേഷം 2019 ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചതിന് ശേഷവും തൊഴിലിടങ്ങളിൽ പരാതി പരിഹാര സംവിധാനം എന്നുള്ള നിലയിൽ സിനിമാ മേഖലയിൽ ഈ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടാത്ത പശ്ചാത്തലത്തിലായിരുന്നു അന്ന് WCC ഹൈക്കോടതിയെ സമീപിച്ചത്. യഥാർത്ഥത്തിൽ 2021 വനിതാ കമ്മീഷന്റെ മുമ്പാകെ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള മലയാള സിനിമാ രംഗത്തെ പ്രശസ്തരായിട്ടുള്ള സിനിമാ നടിമാരും അതുപോലെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് പ്രവർത്തകരും ഉൾപ്പെടെ ഞങ്ങളെ സമീപിച്ചപ്പോൾ, വനിതാ കമ്മീഷനെ സമീപിച്ചപ്പോൾ അവർ അങ്ങേയറ്റം നിസ്സഹായമായിട്ടുള്ളൊരവസ്ഥയിലാണ്. ആരും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനില്ല. എത്രത്തോളം നിസ്സഹായമായിട്ടുള്ളൊരവസ്ഥയിൽ അമ്മ എന്ന് പറയുന്ന സിനിമാ താരങ്ങളുടെ സംഘടന പോലും കൈമലർത്തുകയാണ്. അവർക്കൊന്നും തന്നെ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് യാതൊരു ഉത്കണ്ഠയോ ഈ കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമോ എന്നുള്ള താല്പര്യമോ ഇല്ല എന്ന് ഈ WCCയുടെ പ്രതിനിധികൾ ഞങ്ങളോട്, വനിതാ കമ്മീഷനോട് നേരിട്ട് സംസാരിക്കുകയുണ്ടായി. ആ നിസ്സഹായ അവസ്ഥ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ കേരള വനിതാ കമ്മീഷൻ സ്വമേധയാ കക്ഷി ചേർന്നതാണ്. ഞങ്ങൾ കക്ഷി ചേർന്നതോടുകൂടിയിട്ടാണ്, വനിതാ കമ്മീഷൻ കക്ഷി ചേർന്നതോടുകൂടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വളരെയധികം താല്പര്യത്തോടുകൂടി ഈ വിഷയങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ ആ വിധിയുടെ ഭാഗമായിട്ടുണ്ടായി. എന്നിട്ട് പോലും അമ്മ എന്ന് പറയുന്ന സംഘടന ഉൾപ്പെടെ ഈ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും എടുത്തില്ല. പക്ഷേ സാംസ്കാരിക വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് സംഘടനകളുടെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ എല്ലാ സംഘടനാ പ്രതിനിധികളും വന്നു. അതിൻ്റെ ചുമതല, ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ചുമതല വനിതാ കമ്മീഷനെ ഏൽപ്പിച്ചു. ഞങ്ങൾ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരത്തും പിന്നീട് എറണാകുളത്തും 3-4 തവണ യോഗങ്ങൾ ചേർന്നുകൊണ്ട് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടാക്കിയത്. തുടക്കത്തിൽ എല്ലാവരും കൈമലർത്തുകയായിരുന്നു. എന്താണ് വർക്ക് പ്ലേസ്?
തൊഴിലിടം എന്നത് എന്താണ് എന്ന്, ഇത് സിനിമ എന്ന് പറയുന്നത് ഒരു തൊഴിലിടമാവില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നാനാതലങ്ങളിൽ സഞ്ചരിക്കുകയും അതിൻ്റെ പ്രവർത്തനം നടത്തുകയും ചെയ്യുമ്പോൾ എവിടെയാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം കേന്ദ്രീകരിക്കുക എന്നുള്ള ചർച്ചയടക്കം ഉയർന്നിരുന്നു. അതിനൊക്കെ പ്രായോഗികമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടാണ് നിർദ്ദേശം വെക്കുകയും ആ ചർച്ചകളിൽ പിന്നീട് സംഘടനകളൊക്കെ ഒറ്റ മനസ്സോടുകൂടിയിട്ട് പിന്നെ കൂട്ടുചേർന്നുകൊണ്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്റേണൽ കമ്മിറ്റികൾ വന്നു. ഇന്റേണൽ കമ്മിറ്റി വന്നതിന് ശേഷവും ഇത് തൊഴിലിടത്തിൽ പ്രസിദ്ധീകരിക്കുന്നില്ല. ആരൊക്കെയാണ് ഇന്റേണൽ കമ്മിറ്റിയുടെ അംഗങ്ങൾ, നിയമാനുസൃതമാണോ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്, നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ഒരു എക്സ്റ്റേണൽ മെമ്പർ ആ കമ്മിറ്റിയിലുണ്ടോ? ഞങ്ങൾ ഒരിടക്ക് ഞങ്ങൾക്കൊരു പെട്ടെന്നൊരു അറിയിപ്പ് കിട്ടിയത്, ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് കുട്ടികൾ ഉൾപ്പെടെ, ധാരാളം പെൺകുട്ടികൾ ഉൾപ്പെടെ ഷൂട്ടിങ്ങിന് സജ്ജരായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ ഇന്റേണൽ കമ്മിറ്റി ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉള്ള ഒരു അറിയിപ്പ്, ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ, ഒരു സഡൻ വിസിറ്റ് നടത്തിയപ്പോൾ അവിടെ രൂപീകരിച്ചിട്ടുള്ള ഇന്റേണൽ കമ്മിറ്റിയിൽ എക്സ്റ്റേണൽ മെമ്പർ ഇല്ല. ഒരു മെയിലാണ്, ഫീമെയിൽ സീനിയർ ആയിട്ടുള്ള ഫീമെയിൽ എംപ്ലോയി ആയിരിക്കണം അധ്യക്ഷൻ എന്നുള്ള കാര്യം കൂടെ മാറ്റിക്കൊണ്ട് നിയമവിരുദ്ധമായിട്ടാണ് ആ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടപ്പോൾ അവർക്ക് നോട്ടീസ് നൽകി നിയമപ്രകാരം ആ കമ്മിറ്റിയെ പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എല്ലാ ഇടങ്ങളിലും ഇത് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എത്രത്തോളം പ്രവർത്തനക്ഷമമാകുന്നു എന്നുള്ളത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ നല്ല ജാഗ്രതയാണ്. ഇപ്പോൾ അവർ ഞങ്ങളോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് നല്ല അവയർനെസ് ക്യാമ്പയിൻ ഈ മേഖലയിലൊക്കെ വേണം എന്നുള്ളതാണ്. അത് കേരളത്തിലെ വിവിധ തൊഴിലിടങ്ങളിൽ ഈ നല്ല അവബോധം, തൊഴിലുടമകൾക്ക് അവബോധം വേണം, അതുപോലെ തന്നെ ജീവനക്കാർക്ക് അവബോധം വേണം. നമ്മൾ സാക്ഷര സുന്ദരമാണ് കേരളം എന്നൊക്കെ പറയുമ്പോഴും, സാംസ്കാരിക പ്രബുദ്ധമാണ് കേരളം എന്നൊക്കെ പറയുമ്പോഴും എത്രത്തോളം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ചിന്താഗതികൾ ഈ കേരളത്തിൻ്റെ നാനാമേഖലയിൽ നിലകൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞതിന് ശേഷം ഒരു നിർമ്മാതാവ് തന്നെ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടുകൂടാ, ഇത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു. എന്താണ് ഇയാളുടെ താല്പര്യം? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്? ഏതെങ്കിലും ഒരു സംഘടനയെ പ്രതിനിധീകരിച്ചിട്ടാണ് അങ്ങനെയൊരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. എന്തായാലും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം. ആരെയാണ് ഇദ്ദേഹം ഭയപ്പെടുന്നത്? ഏത് തരത്തിലുള്ള, ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു വ്യക്തിയുടെയും സ്വകാര്യതയെ ഹനിക്കുന്ന വിധത്തിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടുകൂടാ എന്നാണ്. ഹേമ കമ്മിറ്റി അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി നിരവധി ആളുകളിൽ നിന്ന് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതെല്ലാം പബ്ലിഷ് ചെയ്യണം എന്നല്ല വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കണ്ടന്റ് എന്താണ്, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, പ്രശ്നങ്ങൾ എന്താണ്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇത്രയും കാര്യങ്ങൾ ആണ് പൊതുജനത്തിന് അത് അറിയാൻ ബാധ്യതയുണ്ട്, അത് ഉത്തരവാദിത്വമുണ്ട്. ഈ കേരളത്തിലെ നാനാമേഖലയിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് പൊതുജനത്തിന് അറിയാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും ആ അവകാശം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അന്തസ്സോടെ പെരുമാറുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ കേരളത്തിൽ കാര്യങ്ങൾ ജാഗ്രതയോടുകൂടി കാണാൻ കേരള സംസ്ഥാന ഗവൺമെൻറ് തന്നെ മുന്നോട്ടുള്ളത്. എനിക്ക് അത്ഭുതം തോന്നുന്നത് 2013 നിയമം വന്നതെങ്കിലും അതിനും ഒരു ദശാബ്ദ കാലയളവ് മുമ്പ് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നു. സാക്ഷര സുന്ദരം എന്ന് നമ്മൾ പറയുന്ന ഈ കേരളത്തിൽ പല തൊഴിലിടങ്ങളിലും ഈ നിയമാനുസൃതമായിട്ടുള്ള കമ്മിറ്റികളില്ല. യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഹൈക്കോടതിയുടെ വിധി വന്നതിനെ തുടർന്ന് മറ്റ് ഭാഷകളിലുള്ള സിനിമകൾക്ക് പോലും ആ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഇതൊരു മാർഗദീപമാവട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. എങ്ങനെയാണ് കേരളത്തിലെ മലയാള സിനിമാ രംഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെട്ടത് എന്നതിനെ കുറിച്ച് ഭാഷകളിലെ സിനിമാ മേഖലയ്ക്ക് കൂടി ബാധകമാകും വിധം ഒരു ഹൈക്കോടതി ഉത്തരവിലെ നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതര തൊഴിൽ ഇടങ്ങളിലും അത് വളരെ പ്രധാനപ്പെട്ട നിലയിൽ ഈ പോഷ് ആക്ടിൻ്റെ നടപ്പാക്കലും അതുപോലെ തന്നെ ഇൻറ്റേർണൽ കമ്മിറ്റികളും ഒക്കെ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നതിൽ കുറെ കൂടി ജാഗ്രത കൈവരിക്കുന്നതിന് ഈ പൊതുചർച്ചകൾ പൊതുസമൂഹത്തിന് മുമ്പാകെ വന്നത് ഗുണകരമായി മാറും, യാതൊരു സംശയമില്ല. പക്ഷേ അപ്പോഴും നിഷാദ്, ഒരു പ്രശ്നം എന്താ വെച്ചാൽ മലയാള സിനിമാ രംഗത്തിന് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല എന്ന ഒരു പൊതു പ്രതീതി നിർഭാഗ്യവശാൽ നിങ്ങളുടെ
സിനിമാ മേഖല പൊതുജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പോലും ആ റോൾ ഏറ്റെടുത്തത് ഒരു സിനിമാ നിർമ്മാതാവാണ്. ഞാൻ അതിലേക്കൊന്നും അല്ല വരുന്നത്. ഇതൊക്കെ വരുമ്പോഴും മുമ്പ് പറഞ്ഞതുപോലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ പറഞ്ഞില്ലേ, അതുപോലെ അഡ്വക്കേറ്റ് PM ആതിര പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സിനിമാ മേഖലയുടെ ഒരു താല്പര്യമില്ലായ്മ, അതുപോലെ തന്നെ ഇൻറ്റേർണൽ കമ്മിറ്റി, ഇപ്പോൾ താങ്കൾ തന്നെ സംവിധായകനായി വന്നിട്ടുള്ള സിനിമകളുണ്ടല്ലോ, ഇൻറ്റേർണൽ കമ്മിറ്റികൾ പലപ്പോഴും പലയിടത്തും പേരിന് മാത്രമാണ്. വനിതാ കമ്മീഷൻ അന്വേഷിച്ച് പോയപ്പോൾ കണ്ടെത്തിയ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, പലയിടത്തും ഇതില്ല എന്ന് പറയുന്ന അനുഭവമുണ്ട്. ഇൻറ്റേർണൽ കമ്മിറ്റികൾ തന്നെ ഇല്ലാത്ത ഷൂട്ടിംഗ് ലൊക്കേഷനുകളോ യൂണിറ്റുകളോ ഉണ്ട് എന്ന് പറയുന്ന ചലച്ചിത്ര മേഖലയിലെ ആളുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാറണം, ഇതൊരു യാഥാർത്ഥ്യമാണ്, നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിക്കാൻ താങ്കൾ തയ്യാറാണോ? എങ്കിലേ അതൊരു മാറ്റം ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയും. തീർച്ചയായിട്ടും ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ ഒരു നിർമ്മാതാവ് പരാതി കൊടുത്ത നിർമ്മാതാവിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം നിർമ്മാതാവ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മെമ്പറാണോ എന്ന് പോലും എനിക്കറിയില്ല. കാര്യം ഞാൻ ഇതുപോലുള്ള ആളെ ആദ്യമായിട്ടാണ് കാണുന്നത്, കേൾക്കുന്നത് തന്നെ. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടാവാം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറമെ ഇപ്പോൾ ഈ തൊഴിലിടങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾ ഇത് സിനിമാ രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും തന്നെയുണ്ട്. അതിപ്പം ശ്രീമതി സതീദേവി പറഞ്ഞതുപോലെ ഇതര സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ IT മേഖലകളിലും മാധ്യമരംഗത്തും എല്ലാം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരു ഐ ഓപ്പണറായിട്ട് ഈ വിധി വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സിനിമാ രംഗത്ത് ഇപ്പോൾ പൂർണ്ണമായിട്ടും സിനിമാ രംഗത്തെ അടച്ചാക്ഷേപിക്കുന്നതും ശരിയല്ല. എല്ലാവരും അത്തരത്തിൽ ഉള്ള ആളുകളല്ല എന്ന് സാന്ദർഭികവശാൽ ഞാൻ പറയട്ടെ. അവിടെ അരുതാത്തത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശബ്ദമുയർത്തുക തന്നെ വേണം. എത്രയോ ആളുകൾ വളരെ ഓപ്പൺ ഹാർട്ടായിട്ട് അല്ലെങ്കിൽ വളരെ വിശാലമായി ചിന്തിച്ച് ഈ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു വിഭാഗം ചിലപ്പം ഒരു ഉദാസീനത ഒരു വിഭാഗം കാണിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാവരും അത് തന്നെയാണെന്ന് പറയുന്നത് സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ ഇൻറ്റേർണൽ കമ്മിറ്റിയെ പറ്റി, ഈ തർക്ക പരിഹാര കമ്മിറ്റിയെ പറ്റി ഞാനിപ്പോൾ ഒരു സിനിമ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയിൽ ഏകദേശം 16-17ഓളം ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാ ഞങ്ങൾ കമ്മിറ്റിയും അത് ആസ് പെർ ഡയറക്ഷൻ തന്നെയാണ് നമ്മളെല്ലാം പരിപാലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ചും കൂടിയൊക്കെ ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉൾപ്പെടെയുള്ള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ സംശയത്തിനതീതമായ രീതികളിലേക്ക് കാര്യങ്ങൾ പോകണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ സിനിമാക്കാർക്കൊരു ഉദാസീനതയുണ്ടോ, ഉണ്ടെങ്കിൽ അത് ശരിയല്ല. എന്നാൽ ആ ഒരു സംശയം ദൂരീകരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇത്തരം ശുപാർശ, കമ്മിറ്റിയുടെ ഈ ശുപാർശ ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇതിനുള്ള പരിഹാര കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി ഒരു സിനിമാ കോൺക്ലേവ് വരെ നടത്താൻ സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ തൊഴിലിടത്തിൽ നടക്കുന്ന വിഷയങ്ങൾ അത് ഒരു വിശാലമായ പ്ലാറ്റ്ഫോമിൽ എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിലെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശ്ലാഘനീയമായ കാര്യമാണ്. അപ്പോൾ താങ്കൾ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഒരാൾ നിർമ്മാതാവിൻ്റെ മേലങ്കി അണിഞ്ഞ ഒരാൾ അയാൾ നിർമ്മാതാവാണെന്ന് പറയുന്നത് എനിക്കറിയില്ല, ഏത് സിനിമയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ ഈ ആളെപ്പറ്റി ഒന്ന് ചുമ്മാ അന്വേഷിച്ചു. ഞാനിപ്പോൾ ആരെയും ആക്ഷേപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂപ്പര് തന്നെ ഡയറക്റ്റ് ചെയ്ത്, പുള്ളി തന്നെ അഭിനയിച്ച്, പുള്ളി തന്നെ കോസ്റ്റ്യൂം ചെയ്ത്, പുള്ളി തന്നെ എല്ലാമായി കാണുന്ന ഒരു സന്തോഷ് പണ്ഡിറ്റ് ലൈനിലുള്ള ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അയാൾ ഏതെങ്കിലും സംഘടനയുടെ ഭാരവാഹിയാണോ അല്ലെങ്കിൽ സംഘടനയുടെ അംഗമാണോ എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. അത് സംഘടനാ നേതാക്കന്മാരുമായിട്ട് ചോദിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും FFKയുടെ അയാൾ മെമ്പർ അല്ലാന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ മതി ഏതൊരു കാര്യത്തിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പ്രവണതകൾ ആരെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ശക്തമായ നടപടി തന്നെ വേണം. അഥവാ ഏതെങ്കിലും സിനിമാ സംഘടനയിൽ ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് പുറത്താക്കുക തന്നെയാണ് വേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, ഇത് വളരെ സോഷ്യൽ കോഴ്സോടുകൂടി ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ രംഗത്തുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കമ്മിറ്റി മുന്നോട്ട് വരുമ്പോൾ ആ കമ്മിറ്റിയുടെ ശുപാർശകൾ അല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ ഹേമ കമ്മിറ്റി പുറത്ത് വിടണമെന്ന് സർക്കാർ പറഞ്ഞ അതേ കാര്യം തന്നെ കോടതിയും ആവശ്യപ്പെടുമ്പോൾ ഇതൊരു സാമൂഹിക പ്രസക്തമായ ഒരു വിഷയമാണ്, സഹജീവികളോടുള്ള അനുഭൂതിയാണ്. തീർച്ചയായിട്ടും ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അയാളൊരു സാമൂഹ്യ വിരുദ്ധനാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അത്തരം ആളുകളെ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. ഏതെങ്കിലും സംഘടനയിൽ
എൻ്റെ അറിവിൽ സംഘടനാ മെമ്പർ അല്ല എന്നാണ്. ആണെങ്കിൽ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ സംഘടന മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, തീർച്ചയായും ആ രീതിയിലൊരു നിലപാട് സ്വീകരിച്ച വ്യക്തിയോടുള്ള സമീപനം എന്താണെന്ന് മലയാള സിനിമയിലെ ബന്ധപ്പെട്ട സംഘടനകൾ, ഉത്തരവാദപ്പെട്ടവർ അവരുടെ നിലപാട് കൂടി പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അഡ്വക്കേറ്റ് ആതിര, ഇതിൽ കോടതി എന്ന് പറഞ്ഞത് സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കപ്പെടേണ്ടത് തന്നെയാണ് മലയാള സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന. അതിന് ഇത് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടൊരു പൊതു ചർച്ച നടക്കട്ടെ. പക്ഷേ ഇപ്പോൾ സിനിമാ മേഖലയിലെ തന്നെ പല ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ സ്ത്രീകൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഇടയിലെ പ്രശ്നങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളെ അതേ അർത്ഥത്തിൽ ഈ കമ്മിറ്റിക്ക് സമീപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ അഭിനേത്രികളായിട്ടുള്ള സ്ത്രീകളുടെ, താരങ്ങളുടെ പ്രശ്നമായിരിക്കില്ല മറ്റ് മേഖലകളിലെ, ഇപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനർ അല്ലെങ്കിൽ ഹെയർ ഡ്രസ്സറായിട്ടുള്ള ആളുകൾ, ഡാൻസ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ഓരോ ദിവസത്തെയും ഓരോ സെറ്റിലെയും പ്രശ്നങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ വ്യത്യസ്തമായ പ്രശ്നങ്ങളെ ആകെ ഇനി ആ ഉള്ളടക്കം പുറത്തു വരുമ്പോൾ കുറേ കൂടി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. പക്ഷേ ആ റെക്കമെൻഡേഷൻസ് വന്നിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ആകെ സമഗ്രമായി ഈ കമ്മിറ്റിക്ക് സമീപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു പ്രശ്നത്തെക്കുറിച്ചൊരു വിലയിരുത്തൽ ഇപ്പോൾ സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും അങ്ങനെ സിനിമാ രംഗത്ത് നിന്നുള്ള ആളുകൾ, അതിൽ മൊഴി കൊടുക്കാൻ പോയവരുമൊക്കെ തന്നെ ചില വിമർശനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫലത്തിൽ എന്തൊക്കെ തരത്തിൽ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കൂടി, അഭിഭാഷക എന്ന നിലയ്ക്ക് മാത്രമല്ല, ഏതൊക്കെ തരത്തിലുള്ള മാറ്റമാണ് സിനിമാ രംഗത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെടേണ്ടത്? ഇപ്പോൾ IC കമ്മിറ്റികളൊക്കെ ഉണ്ട്, ചിലയിടങ്ങളിൽ അതിന് വീഴ്ചയുണ്ട്, അതൊക്കെ നമ്മളിവിടെ സംസാരിച്ച് വന്ന കാര്യങ്ങളാണ്. ഗുണപരമായ മാറ്റത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ഈ റിപ്പോർട്ടിനെയും ഈ നടത്തിയിട്ടുള്ള അന്വേഷണത്തെയും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതൊന്നും നടക്കാതിരുന്നൊരു ഇൻഡസ്ട്രി, എല്ലാം കാർപ്പറ്റിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇവിടെ ഭദ്രമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു ഇൻഡസ്ട്രിയോടാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറയാനൊരു അവസരം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി. ആ അവസരത്തെ ഇൻഡസ്ട്രിയിലുള്ള വിവിധ ക്രോസ് സെക്ഷനുകളിലുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഈ ക്രോസ് സെക്ഷനുകളുള്ളത്, ഏത് പ്രൊഫഷണലായാലും ഉണ്ട്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ഹയർ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ തൊട്ട് സ്വീപ്പർ വരെയുള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്ക് പൊതുവായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട്. ആ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളെ പൊതുവായിട്ടും, അതല്ലാതെ ഓരോ പ്രത്യേക മേഖലക്കകത്തുള്ള പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ഇതിൻ്റെ തുടർച്ചയായി പഠനങ്ങൾ വേണമെങ്കിൽ നടത്താലോ. എത്രയോ ഇപ്പോൾ വനിതാ കമ്മീഷൻ തന്നെ വിളിച്ചിട്ടുള്ള പഠനത്തിന് നടത്തിയിട്ടുള്ള സ്കോളർഷിപ്പും ഒക്കെ നടത്തിയിട്ടുള്ളത് ഈ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിന് വനിതാ കമ്മീഷൻ ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യും വിധം അത്തരം പഠനങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ടും ഇത്തരം സപ്പോർട്ടോട് കൂടിയിട്ടുള്ള പഠനങ്ങളൊക്കെ. പിന്നെ അവകാശബോധമുള്ളവരായിട്ട് സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് മാറാൻ ഈ റിപ്പോർട്ടും ഈ സംവിധാനങ്ങളൊക്കെ എത്രത്തോളം സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന, ഇതിന് നേരെ വിരൽ ചൂണ്ടുന്ന ആളുകൾക്ക് നിങ്ങൾക്കിനി അവസരമില്ല എന്ന് പറയുന്ന രീതിയിൽ ഈ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഇതിൻ്റെ മറ്റ് സംവിധാനങ്ങളും അഭിനയിക്കുന്ന താരരാജാക്കന്മാരും ഒക്കെ പറയുന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഇവർക്ക് എവിടെയാണ് പരാതിപ്പെടുക? അതുകൊണ്ട് പരാതിപ്പെടുന്നേ ഇല്ല എന്നുള്ള രീതിയിലേക്കായിരുന്നു ഏറെക്കാലമായിട്ട് ഈ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നത്. അത് കുറച്ച് ബദലുകൾ മാത്രമാണ് ഉണ്ടായത്. സ്ത്രീ സംവിധായകർ, സ്ത്രീ പ്രൊഡ്യൂസേഴ്സ്, എത്രയാണ് ഉണ്ടായത്? വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. ഇനി അങ്ങനെ ഉണ്ടായാൽ മാത്രം തന്നെ അതിന് സ്ത്രീ സൗഹൃദപരമാകണമെന്നുമില്ല. അപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സിനിമാ മേഖലയെ കൂടുതൽ സ്ത്രീ സൗഹൃദപരമാക്കാനുള്ള ഒരു വലിയ ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിട്ടുള്ളത്. അതിൽ WCC വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. WCCയുടെ നേതൃത്വം, WCCയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളും, ഇവിടെ ഉണ്ടായിട്ടുള്ള കേരളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വലിയ സെക്ഷൽ അസൾട്ട് കേസും ഒക്കെ ആ രീതിയിൽ ഇതിനകത്ത് വഹിച്ചുള്ള പങ്ക് വളരെ വലുത് തന്നെയാണ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതെ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇതിനൊക്കെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവരല്ല ഞങ്ങൾ എന്നുള്ളൊരു തോന്നലിലേക്ക് ഈ ഇൻഡസ്ട്രിയെ വികസിപ്പിക്കാൻ കുറേ എഫേർട്ട് എടുത്തിട്ടായാലും, ആത്മഹത്യാപരമായിട്ടുള്ള എഫേർട്ടുകൾ എടുത്തിട്ട്, നമുക്കറിയാം അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരെ മലയാള സിനിമ കണ്ടിട്ടില്ല.
കുറേ കാലമായിട്ട് സ്ക്രീനിൽ കാണുന്നില്ല. നമ്മളൊക്കെ ആരാധിച്ചിരുന്ന നായികമാർ WCCയെ നയിച്ചവരായതുകൊണ്ട് മാത്രം അവർക്ക് അവസരങ്ങളില്ല. വളരെ അപൂർവ അവസരങ്ങളെ കിട്ടുന്നുള്ളൂ. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള നായികമാർക്ക് പോലും അവസരങ്ങൾ നിഷേധിക്കാൻ മാത്രം ഇതിൻ്റെ ഒരു മൂലധന ശക്തികൾ അതിശക്തരാണ്. അതുകൊണ്ട് സജിമോൻ പാറയിലൊക്കെ ഉണ്ടാകും, പൊങ്ങി വരും. ഇതൊക്കെ നമുക്കറിയാം. ഈ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത്രമേൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ആശയഗതികളുണ്ട്. അത് ചോദ്യം ചെയ്യാനുള്ളൊരു തുടക്കം, അതിനൊരു തുടർച്ച, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിശ്ചയമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല, അവരോടൊപ്പം അടിയുറച്ചു നിന്നിട്ടുള്ള കേരള വനിതാ കമ്മീഷൻ, അവരോടൊപ്പം അടിയുറച്ചു നിന്നിട്ടുള്ള WCC, അവരോടൊപ്പം അടിയുറച്ചു നിന്നിട്ടുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹം, ഇന്നത്തെ ഹൈക്കോടതി തീരുമാനം, വിവരാവകാശ കമ്മീഷൻ, കേരള സർക്കാർ, അങ്ങനെ അവരൊറ്റയ്ക്കല്ല, അവരോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു പിന്തുണ അവർക്ക് കൊടുക്കാൻ വേണ്ടി അതിന് പറഞ്ഞ ഒരു കണക്ഷൻ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു നിലപാട് സ്വീകരിച്ച്, ശക്തമായ നിലപാട് സ്വീകരിച്ച് ഈ സ്ത്രീ വിവേചനം, ചൂഷണം, ഇതിനെതിരായി നിലപാട് സ്വീകരിച്ച മികച്ച അഭിനേത്രികളായിട്ടുള്ള നടിമാർ തന്നെ അവസരമില്ലാത്തൊരവസ്ഥ, അത് വളരെ പരസ്യമായി നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ പാർവതി തിരുവോത്തൊക്കെ തന്നെയും വളരെ വ്യത്യസ്തമായ ചില സിനിമകളിലൂടെ കണ്ടുപോകുന്നു എന്നല്ലാതെ വന്ന വരവിൻ്റെ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ ഒരു സ്പേസിലേക്ക്, റീമ കല്ലിങ്കിൽ, അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്കങ്ങനെ പറഞ്ഞു പോകാം. പക്ഷേ അങ്ങനെ ഒരു ഭാഗത്ത് സംഭവിക്കുമ്പോൾ തന്നെയാണ് ഇതുപോലുള്ള ഹർജിക്കാരായിട്ടുള്ള ചില സിനിമാ നിർമ്മാതാക്കളുടെ വരവ്. ഇത് പരസ്പരം കണക്ട് ചെയ്യാവുന്ന ചില ദുരൂഹതകൾ, ഒരു ട്രാക്ക് അതിനകത്ത് കിടപ്പുണ്ട്. അതിന് ഒരു കാര്യം കൂടി, നേരത്തെ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് നടപ്പാക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇത് ഒരു തൊഴിലിടമാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് കലാപരമായിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ മേഖല കൂടിയാണ്. അതിൽ ജനസമ്മതിയുടെയും താരപരിവേഷത്തിൻ്റെയും ഒക്കെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് സാധ്യമാണോ എന്നൊരു പ്രശ്നം, അതൊരു സങ്കീർണമായ പ്രശ്നമല്ലേ? ഈക്വൽ റെമ്യൂണറേഷൻ എന്നത് ഒരു കലാമേഖലയിൽ എത്രമാത്രം സാധ്യമാകുമെന്നാണ് കരുതുന്നത്? അതിലേക്ക് എങ്ങനെ പോകാനാവും? ഇതിൽ അഭിനേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ എത്രത്തോളം എന്ന് എനിക്കറിയില്ല. പക്ഷെ അത്രയൊക്കെ വികസിക്കാവുന്നതാണ് നമ്മുടെ നാടിന്. ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ നയൻതാര ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു റെമ്യൂണറേഷൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ നായികമാർക്ക് പറയാൻ വേണ്ടി കഴിയാത്തത്? എന്നാൽ കേരളത്തിലെ നായകന്മാരുടെ കാര്യത്തിൽ എത്ര ജനറസ് ആണ് നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ്. അവരുടെ സാലറി നിശ്ചയിക്കുന്ന സമയത്ത് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ ഒരു മടിയുമില്ല. എന്നിട്ട് അങ്ങനെയൊക്കെ എടുത്ത സിനിമകളും പൊട്ടുന്നുണ്ട് നാട്ടിൽ. ഒരാളും കാണുന്നില്ല, തിയേറ്ററിൽ കയറാതെ പൊട്ടിയാൽ പോലും അയാൾക്ക് ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ ഒരു മടിയും നമ്മളുടെ പ്രൊഡ്യൂസേഴ്സിനില്ല, ഒന്നുമില്ല. പക്ഷേ നേരെ മറിച്ച് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു നായികയുടെ കാര്യമാകുമ്പോൾ ഈ വിമുഖതയുണ്ട്. പക്ഷേ അതൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എത്ര പെട്ടെന്ന് പരിഹരിക്കുന്നല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ക്യാമറ ഉപയോഗിക്കുന്ന ആ സൈറ്റ്, നേരത്തെ നൗഷാദ് സാർ പറഞ്ഞല്ലോ, ഇത് നിഷാദ് സാർ പറഞ്ഞു, എത്രയോ ആളുകളുണ്ട് അവിടെ ജോലി ചെയ്യുന്ന. ഇപ്പം ഡാൻസ് ചെയ്യാൻ വരുന്ന ഡാൻസേഴ്സ് ആയിട്ടുള്ള ആ സ്ത്രീക്കും പുരുഷനും നമ്മൾ ഒരു നോട്ടം പോലും അവരെ കാണുന്നില്ല പലപ്പോഴും സിനിമയ്ക്ക്. അതിൽ ഈ പുരുഷനും സ്ത്രീക്കും ഒരേ റെമ്യൂണറേഷൻ തന്നെയാണോ? ഇവിടെ ഭക്ഷണം വിളമ്പാൻ വരുന്ന കാറ്ററിംഗുകാർക്ക് ഒരേ റെമ്യൂണറേഷനാണോ? ഇത് തൊട്ടുള്ള ഓരോ കാര്യം തൊട്ട് നായകന്മാർ വരെയുള്ള കാര്യങ്ങളിലേക്ക് അത്തരം ഒരു ചർച്ചയെങ്കിലും നടക്കണ്ടേ? ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന വക്കീൽ പ്രൊഫഷൻ, അതിൽ പ്രാക്ടീസ് വരുന്ന ഒരു ആൺ വക്കീലിനും പെൺവക്കീലിനും ഒരേ കൂലി തന്നെയാണോ, ഒരു ഫീസ് തന്നെയാണോ ഒരാൾ കൊടുക്കുന്നത് എന്ന് ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പെർഫോമൻസ് ബേസിൽ തന്നെ ചർച്ച ചെയ്യപ്പെടണം, എത്രത്തോളം പെർഫോം ചെയ്യാൻ വേണ്ടി കഴിയുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ചർച്ചയെങ്കിലും തുറന്നു വെക്കണം എന്നുള്ളതാണ്. എന്നുണ്ടായ ഒരു നിയമമാണ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ആണ്. അതൊന്നും ഇപ്പോഴും നമ്മളുടെ തൊഴിൽ മേഖലകളെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇൻഡസ്ട്രിയാണ്. സമർത്ഥയായ ഒരു വക്കീല്, സമർത്ഥനായ ഒരു വക്കീലാണെങ്കിൽ അത് ആണാണ് പെണ്ണാണ് എന്നതിൻ്റെ പേരിൽ വേർതിരിവില്ലാത്ത വിധം ഫീസ് കിട്ടും. പക്ഷേ സമർത്ഥയായ ഒരു അഭിനേത്രിക്കും സമർത്ഥനായ ഒരു നായകനും ആ ഒരു പരിഗണന മലയാള സിനിമയിൽ ഇല്ല. അതൊരു വസ്തുതയാണ് അല്ലേ? ആണ്, അത് എല്ലാ പ്രൊഫഷനകത്തും ഉണ്ട് എന്നുള്ളതാണ്. എന്ത് വലുത് ഞാൻ ചെയ്തില്ല. പക്ഷെ ഈ സിനിമ ഇൻഡസ്ട്രീനെ തൊടാനേ പാടില്ല. ഈ നായകന്മാർക്കൊക്കെ ഭയങ്കരമായ പൈസ കൊടുക്കണം, നായികമാർക്ക് അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വന്ന് അഭിനയിച്ചു പോവും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടായല്ലോ കുറെ കാലമായിട്ട്. അതൊക്കെ മാറണ്ടേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരെ വെച്ചിട്ട് മാത്രം വിജയിക്കാം. എത്ര പൊട്ടിയ സിനിമകൾ നായകന്മാർക്ക്, ഈ താരരാജക്കന്മാരുടെ പൊട്ടിയ സിനിമകളുണ്ട്.
നായികമാർ മാത്രം വന്ന എത്ര സിനിമകൾ നമ്മൾ അംഗീകരിച്ചു. നിഷാദ് ഇതൊക്കെ കേട്ട് ചിരിച്ചിരുന്നാൽ പോരാ. നമ്മൾ ചില സമയത്ത് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് പലരെയും വിശേഷിപ്പിക്കും. പക്ഷേ അവർക്ക് സാറ്റലൈറ്റ് റൈറ്റ് വാങ്ങാൻ പറ്റുമോ? ഓവർസീസ് റൈറ്റ് കൊടുക്കുമോ? അവരുടെ ശമ്പളം ആ നിലയിൽ ആ വിശേഷണത്തിനനുസരിച്ച് കൊടുക്കുമോ? അതുപോലെ തന്നെയാണ് സ്ത്രീകളായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ മറ്റ് മേഖലകളിൽ. ഇപ്പോൾ മുമ്പ് നമ്മൾ പല കാറ്റഗറിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇവർക്കൊക്കെ മികച്ച വിവേചനമില്ലാത്ത ഒരു ശമ്പളം ലഭിക്കുന്നുണ്ടോ? ബാറ്റ വ്യക്തമായി ഒരേ ബാറ്റ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സിനിമാ ഇൻഡസ്ട്രിക്ക് അകത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നിഷാദ് കുറച്ചുകൂടി ചർച്ചയിൽ പറയേണ്ടി വരും. ചിരിച്ചാൽ മാത്രം പോരാ. സത്യം പറഞ്ഞാൽ അച്ഛൻ പട്ടിയിറച്ചി കഴിക്കും, സത്യം പറഞ്ഞില്ലെങ്കിൽ ആ ഒരു ചൊല്ലിനൊക്കെയാണ് പോകുന്നത്. ഈ ശരത്തും അഡ്വക്കേറ്റ് ആതിരയൊക്കെ പറയുന്ന കാര്യം കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. ഒരുപാട് നയൻതാരമാരുണ്ടാവട്ടെ, എനിക്കതാണ് പറയാനുള്ളത്. കാരണം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒട്ടും ഒഫൻഡഡ് അവരുത് ഈ ഇരിക്കുന്നവരാരും. ഞാനൊരു സത്യം പറയട്ടെ, ഒരു സ്ത്രീപക്ഷ സിനിമ നമ്മൾ ചെയ്താൽ നിങ്ങൾ എത്ര പേര് തിയേറ്ററിൽ പോകും? ഞാൻ അനുഭവസ്ഥനാണ്. അതായത് കാര്യം എനിക്ക് ആ പടത്തിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ജനകീയമായി ജനങ്ങൾ തിയേറ്ററിലേക്ക് പോയാലാണ് അതിന് മാർക്കറ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ അതിനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. മാർക്കറ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യുമ്പോൾ സിനിമ തീർച്ചയായിട്ടും അതിനൊരു കച്ചവട ഇതും കൂടി ഉണ്ടല്ലോ. ശരത്തെ ഈ ശരത്ത് വളരെ സന്തോഷത്തോടെ നിഷാദിച്ചിരിക്കലെന്ന് പറഞ്ഞു. അപ്പോൾ ശരത്തിൻ്റെ അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനങ്ങോട്ട് പറയാം. അതായത് നമ്മളൊരു സിനിമ എടുക്കുന്നു, ആ സിനിമ വളരെ ശക്തമായ, പണ്ട് തുലാഭാരമൊക്കെ ഇവിടെ നിറഞ്ഞോടിയ സ്ഥലമാണ് കേരളമെന്ന് ആലോചിക്കണം. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് മാറുമ്പോൾ അവിടെയും നയൻതാരയെ പോലെയുള്ള സൂപ്പർ സ്റ്റാറുകൾ അടക്കി വാഴുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതെന്തുകൊണ്ടാണ്? നയൻതാര എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു മാർക്കറ്റബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും നയൻതാരയ്ക്ക് വേണ്ടി പൈസ മുടക്കാൻ ആളുകൾ മലയാള സിനിമയിലേക്ക് ആ സ്പേസിൽ അവരുടെ സിനിമകൾ കേരളത്തിൽ ഓടുമെന്നതിനപ്പുറം മറൻ കഴിയുന്നില്ല. അങ്ങനെ അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഇടയ്ക്കേറി സംസാരിക്കാതെ ഞാൻ എനിക്ക് പറയാൻ ഒരു അവസരം എന്താ? അല്ലല്ല ഒരു 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 അവസരം എനിക്കതാ, ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. നമ്മൾ തമിഴിൽ നിന്ന് അങ്ങോട്ട് മാറ്റി നിർത്താതെ. അതായത് കേരളത്തിൽ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. പ്രേക്ഷകരാണ് മാറേണ്ടത്. എന്നെ നിങ്ങളെയും കാണുന്ന പ്രേക്ഷകർ നാളെ ഒരു സ്ത്രീ കഥാപാത്രത്തെ പ്രധാന കഥാപാത്രമായി ഈ പറയുന്ന ഏത് ആർട്ടിസ്റ്റിനെ വേണ്ടിയിട്ടാൽ ആ സിനിമ കാണുകയോ വിലയിരുത്താനോ പ്രേക്ഷകർ തയ്യാറാണോ? ഒറ്റ ചോദ്യമാണ്. ഇതിന് നിങ്ങളാരും വിഷമിച്ചിട്ടും ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പണം മുടക്കാൻ വരുന്ന ഒരാൾ ഒരു നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമ കാണാൻ പ്രേക്ഷകരുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പോൾ ഉർവശിക്ക് ഇപ്പോഴും മാർക്കറ്റുണ്ട്. കാര്യം എന്താ? മലയാളം കണ്ട ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു നടി എന്ന നിലയിൽ ഉർവശിയാണ്. ഉർവശി വെച്ച് സിനിമ ചെയ്ത ഒരാളാണ്. എന്റെ ചോദ്യം അതല്ല. ആ നടിക്ക്, ഞാൻ പേരൊന്നും പറയുന്നില്ല നിഷാദ്, ആ നടിക്ക് അവർക്ക് വാല്യൂ ഉണ്ടെങ്കിൽ അവരെ വെച്ച് സിനിമ ചെയ്യുന്നു. പക്ഷേ ആ നടിക്ക് ശമ്പളത്തിനപ്പുറത്തേക്ക് ഒരു നായകൻ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ കച്ചവടത്തിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അത്രേ ചോദിച്ചുള്ളൂ. ഉണ്ട്, തീർച്ചയായിട്ടും. എൻ്റെ സിനിമയിൽ അയ്യർ ഇൻ അറേബ്യ എന്ന് പറഞ്ഞ സിനിമയിലെ നായിക ഉർവശിയാണ്. ഉർവശിയുടെ റെമുനറേഷൻ ഞാൻ ഇപ്പോൾ പറയണോ? എനിക്കറിയാം. ഇന്ന് മലയാള സിനിമയിൽ ഒരു നായകൻ വരുന്നതിൻ്റെ അത്രയും തന്നെ എമൗണ്ട് ഇന്ന് ഉർവശി ഇരിക്കുന്നുണ്ട്. എനിക്കതിപ്പോൾ ഉർവശി ഇൻകം ടാക്സുകാരെ കൊണ്ട് പിടിപ്പിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. പക്ഷേ സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കരുത്. വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകൾക്ക് പൈസ കൊടുക്കാൻ നിർമ്മാതാക്കൾ. അപ്പോഴും എന്റെ ചോദ്യത്തിലേക്ക് വന്നില്ല. നല്ല ശമ്പളം അവരുടെ വാല്യുവേഷൻ അനുസരിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ അതിലല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞത് അതിനപ്പുറം ഇടപെടുന്നില്ലേ സിനിമയുടെ വ്യാപാര സാധ്യതകളുമായി ബന്ധപ്പെട്ട നായക നടന്മാർ? മറ്റ് മേഖലകളിൽ അവരുടെ റൈറ്റുകൾ എടുക്കുന്നില്ലേ? നിങ്ങൾ നടിമാർക്ക് അത് കൊടുക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, നടിമാർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ കൈരളി TV ഒരു ന്യൂസ് ചാനലാണ്. നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പടങ്ങൾ ഏതാ? വല്യേട്ടൻ പോലുള്ള പടങ്ങളല്ലേ?
നിങ്ങൾ ഒരു നടി അഭിനയിച്ച ഒരു പ്രധാന ഒരു സിനിമ നിങ്ങൾ എടുക്കുമോ? അപ്പോൾ അതിനാണ് വിപണന തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് അല്ല, വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് വരുന്നുമുണ്ട്. അതെന്തോ ആവട്ടെ, ഞാൻ പറഞ്ഞല്ലോ നിഷാദ്, എൻ്റെ ചോദ്യത്തിലേക്ക് ഇപ്പോഴും താങ്കൾ വന്നില്ല. ഞാൻ ചോദിക്കുന്നത് നല്ല ശമ്പളം കൊടുത്ത് നായികയെ വിളിക്കുന്നു, തർക്കമൊന്നുമില്ല, എനിക്കും തർക്കമില്ലെന്ന്, ആയിക്കോട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ആ ഇൻഡസ്ട്രിയുടെ മറ്റ് ഡിമാൻഡുകളിലേക്ക്, മറ്റ് മേഖലകളിലേക്ക്, സാറ്റലൈറ്റ് റേറ്റ്, ഓവർസീസ്, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞല്ലോ നേരത്തെ, ഇതിലേക്കൊക്കെ ആ നടിക്ക് ഒരു അഭിപ്രായം പറയാൻ മലയാളത്തിൽ അവസരമുണ്ടോ? നായകന്മാർക്കുണ്ടെന്നാണ് എൻ്റെ വിചാരം. നിഷേധിക്കാം, അല്ലെങ്കിൽ തിരുത്താം താങ്കൾക്ക്. ഒരിക്കലുമില്ല. ഇപ്പോൾ താങ്കളൊരു കാര്യം മനസ്സിലാക്കണം, അത് വെറുതെ പറയുന്നത് ഹിയർസയാണ്, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നതാണ്. ഇതൊന്നുമല്ല യഥാർത്ഥ സത്യം. അതായത് സാറ്റലൈറ്റ് ആണെങ്കിലും OTT ആണെങ്കിലും കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ആളുകൾ എടുക്കുന്നത്. അതൊരു വസ്തുത തന്നെയാണ്. ഒരു കാലത്ത് സാറ്റലൈറ്റിന് അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇന്ന് OTT എന്ന് പറഞ്ഞാൽ ഓവർ ദ ടോപ്പ്, OTT ആണെങ്കിലും സാറ്റലൈറ്റ് ആണെങ്കിലും കണ്ടൻറ്റ് വൈസ് ആണ് സാർ. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളുടെ കാര്യം, അവർ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു പദവിയാണ്. തീർച്ചയായിട്ടും അവരുടെ സിനിമകൾ കാണാൻ അവർക്ക് ഡിമാൻഡുണ്ട്. അവരുടെ സിനിമകൾ കാണാൻ വേണ്ടി ആളുകൾ വരും. സ്വാഭാവികമായിട്ടും അവർ വിപണനത്തിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് അവർക്ക് വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഉള്ള സ്വാഭാവികമായിട്ട് സാറ്റലൈറ്റ് റേറ്റ് OTT അവർ ഫിക്സ് ചെയ്യുന്നതല്ല, ഈ മേടിക്കുന്ന ആളുകൾ ഫിക്സ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ തിരുത്തണം. യഥാർത്ഥത്തിൽ ഈ എല്ലാവർക്കും ശമ്പളമൊക്കെ കിട്ടട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നയൻതാരമാരെ ഉണ്ടാവട്ടെ, അപ്പം ഞങ്ങൾക്കും കുറേ സിനിമകളൊക്കെ ചെയ്യാമല്ലോ. നമ്മൾ എല്ലായിടത്തും ബാക്കിയുള്ള വലിയ സൂപ്പർ സ്റ്റാറുകളുടെ കാരവൻ്റെ പുറകെ പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് അതിന് പാകപ്പെടുന്ന വിധത്തിലേക്ക് മലയാള സിനിമയെ മാറ്റാൻ മലയാള സിനിമയിൽ നിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകളും സംഘടനകളും കുറെ കൂടി സജീവമായി ഇടപെടേണ്ടത് കൂടിയുണ്ട്. നമുക്ക് അവശേഷിക്കുന്ന മിനിറ്റുകളിൽ വളരെ വേഗത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയിലേക്ക് തന്നെയാണ് ഞാനൊന്ന് പോകുന്നത്. അവസാനമായി ശ്രീമതി സതീദേവി, ഇതിൽ നമ്മൾ ഈ ചർച്ച ചെയ്തതിനൊപ്പം തന്നെ മറ്റൊരു തരം വിവേചനം കൂടിയുണ്ട്. മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്ന പ്രശ്നം ഈ മേഖലയുമായി, മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സ്ത്രീകളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രധാന പ്രശ്നമല്ലേ? ആ തരം വിവേചനവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ കുറെ കൂടി ശ്രദ്ധിക്കാനും ഒക്കെ കഴിയും വിധം ഒരു സാഹചര്യം ഇതുമൂലം കൂടുതലായി രൂപപ്പെട്ടേക്കാം എന്ന് വിശ്വസിക്കാമോ? തീർച്ചയായും. ഇപ്പോൾ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കൂടി കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഒരാഴ്ചക്കാലത്തെ സമയമാണ് ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നതോടുകൂടി എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നും പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങൾ എന്താണ് എന്നും സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള സംഘടനകളും അത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതിന് ഉള്ള ഒരു തുടക്കം കുറിക്കലായിരിക്കും അടുത്ത ആഴ്ചകളിൽ ഉണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. ധാരാളം നിയമങ്ങൾ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടേത്. തൊഴിലിടങ്ങളിലെ പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇതെല്ലാം പ്രവർത്തന പദത്തിലെത്തിക്കാൻ ഏതേതൊക്കെ സാഹചര്യത്തിൽ കഴിയും, വിവേചനങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ എങ്ങനെയാണ് സാഹചര്യം ഒരുക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം, അതുപോലെ മറ്റ് തൊഴിലവകാശ നിയമങ്ങൾ, ഇതെല്ലാം പ്രാവർത്തികമാക്കുന്നതിനാവശ്യമായിട്ടുള്ള വിവേചനങ്ങൾക്ക് അറുതി വരുത്താൻ, പൂർണ്ണമായിട്ടും ഒറ്റയടിക്കില്ലാതാക്കാനല്ല, പടിപ്പടിയായി വിവേചനങ്ങളില്ലാത്ത എല്ലാവരുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കുന്ന, സുരക്ഷ ഉറപ്പുവരുത്തുന്ന, സേവന വേതന വ്യവസ്ഥകൾ എല്ലാം ഈക്വലായിട്ട് ലഭ്യമാവുന്ന, എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾക്കും അറുതി വരുത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മലയാള സിനിമാ വ്യവസായം എത്തിക്കുന്നതിന് ഉള്ള തുടക്കം കുറിക്കലായിരിക്കും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി ഉണ്ടാവുക. തീർച്ചയായും മലയാള ഭാഷാ രംഗത്ത്, മലയാള സിനിമാ രംഗത്ത് ഈ ഒരു തുടക്കം കുറിക്കൽ മറ്റ് ഭാഷകളിലുള്ള സിനിമാ മേഖലയിലും അതിനുള്ള ഒരു മാർഗ ദീപമായിട്ട് ഈ ചർച്ചകളും അതിനുള്ള സാഹചര്യവും ഒക്കെ ഒരുങ്ങട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. തീർച്ചയായും പടിപ്പടിയായിട്ടുള്ള ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഭാഗമായിട്ടാണ് കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ മിനിമം കൂലി ലഭിക്കുന്ന തൊഴിലാളികളുടെ നാടായിട്ട് ഇന്ത്യയുടെ ദേശീയ ഭൂപടത്തിൽ നിലനിൽക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പരിരക്ഷിക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും
മാതൃകയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള കേരളത്തിൽ സിനിമാ മേഖലയിലും ഇതൊരു മാതൃകയാവട്ടെ, ആ മാതൃക ഉണ്ടാക്കാൻ ഉള്ള തുടക്കം കുറിക്കലാവും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി നടക്കുന്ന ചർച്ചകളുടെയും തീരുമാനങ്ങളുടെയും ഭാഗമായിട്ടുണ്ടാവുക എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും അവർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഉന്നമനത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ അവരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ലളിതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുങ്ങും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനെ നമുക്ക് ഈ ചർച്ച അതിവേഗം അവസാനിപ്പിക്കാം. ഞാനൊരു വാചകം മാത്രം പറയാം. അപ്പോൾ അതായത് ഈ ശുപാർശകൾ, ഈ പഠന റിപ്പോർട്ട് നടപ്പാക്കണമെങ്കിൽ ഒരു പൊതു ചർച്ച അത് വളരെ പ്രസക്തമാണ്, വേണ്ടതുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ ഹർജിക്കാരൻ പറഞ്ഞൊരു വാചകം എന്താ, അത് വ്യക്തികൾക്കെതിരായ ചർച്ചയായി മാറുന്നതാണ്. ഏത് വ്യക്തി എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം അറിയാം. പക്ഷേ ഹർജിക്കാരൻ്റെ ഒരു ആധിയെ അതിനെ കേൾക്കുന്നുണ്ടോ? ഹർജിക്കാരൻ്റെ ഒരു ആധി ഈ വിധത്തിലാണ്. കോടതി അത് തള്ളിക്കളഞ്ഞു. പക്ഷേ പോകുന്ന പോക്കേ, ആധിയുടെ ഒരു പോക്ക്. അതെ അതെ അതെ, ആ ആധികളെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഇന്നത്തെ സന്തോഷം. അത്തരം ഒരു ആധികളും അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഒരു കുതന്ത്രങ്ങളും ഇത്തരം കാര്യങ്ങളിൽ തടസ്സമാകില്ല എന്നും, അത്തരം കുതന്ത്രങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വാല് പൊക്കുമ്പോഴേ അറിയാം നിങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ വനിതാ കമ്മീഷനും കേരളത്തിലെ ഹൈക്കോടതിയും കേരളത്തിൻ്റെ സർക്കാരും WCC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉള്ളൊരു നാട്ടിലാണല്ലോ ഞാൻ ഉൾപ്പെടെ ജീവിക്കുന്നത്, നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു സന്തോഷമാണ് ഇന്നത്തെ ദിവസമുള്ളത്. നിഷാദ, ഈ കുതന്ത്രങ്ങളെ ശ്രദ്ധിച്ച് അകറ്റി നിർത്താൻ മലയാള സിനിമ കുറെ കൂടി ജാഗ്രത കാട്ടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ജാഗ്രത കൂടുതൽ. ഇപ്പോഴും ഞാൻ പറയുന്നു, ലേഡീസ് നയൻതാരമാരുണ്ടാവട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. യെസ്, നയൻതാരമാർ ഉണ്ടായാലും ഇല്ലെങ്കിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആ നിലയിൽ വളരെ ശക്തമായി സ്വതന്ത്രമായി നിലപാടോടെ വിവേചനരഹിതമായി പ്രവർത്തിക്കാനുള്ളൊരു അവസരം ഉണ്ടാകണം. അതിന് വളരെ ശക്തമായൊരു ഇടമായി അത് മാറണം. ഇപ്പോൾ തന്നെ ആ മാറ്റത്തിന് അനുകൂലമാകുന്ന നിരവധി നടപടികൾ വന്നിട്ടുണ്ട്. അത് കുറെ കൂടി കർക്കശമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയും വിധം ഒരു അന്തരീക്ഷം ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് വഴി തുറക്കുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. വളരെയധികം നന്ദി ശ്രീമതി പി സതീദേവി, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ, അതുപോലെ അഡ്വക്കേറ്റ് PM ആതിര, അതുപോലെ MA നിഷാദ് ഞങ്ങളോട് സംസാരിച്ചതിന്.